പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും വേഗപരിത കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കട്ടെ. ആങ്സൈറ്റി ആൻഡ് ഡിപ്രഷൻ അസോസിയേഷൻ ഓഫ് അമേരിക്ക അവരുടെ കണക്കനുസരിച്ച് അമേരിക്കയിലെ 40 മില്യൺ അഡൽസിനെ അഫക്റ്റ് ചെയ്തിരിക്കുന്ന മെൻ്റൽ ഇൽനെസ് ഏതാണെന്ന് വെച്ചാൽ ആങ്സൈറ്റി ഡിസോർഡേഴ്സാണ്. അവരുടെ ഒരു കണക്കാണ് പറയുന്നത്. പ്രൈസ് ഗോഡ്. അനേകർ ആങ്സൈറ്റി നിമിത്തം സ്ട്രഗിൾ ചെയ്യുക, അനേകർ മെഡിക്കേഷനിലാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഫിസിഷ്യൻ്റെ കെയറിലാണ് സമാധാനത്തിന് വേണ്ടി പോയി ആശ്രയിക്കുന്നത്. ഡെസ്പറേറ്റായിട്ട് സമാധാനം ആഗ്രഹിക്കുന്ന ഒരു കൂട്ടത്തെ നമുക്ക് കാണാൻ പറ്റും. അമേരിക്ക എന്നല്ല, എല്ലാ രാജ്യങ്ങളിലും, ഈവൻ നമ്മുടെ കേരളത്തിലും ഈ നാളുകളിൽ. സത്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറയട്ടെ, സമാധാനം എന്നുള്ളത് നമുക്ക് ഏറ്റവും ഫ്രീ ആയിട്ട് അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റുന്നത് എവിടെ നിന്നാണെന്നറിയാമോ? ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നാണ്. എങ്ങനെ ഈ ആങ്സൈറ്റിയെ ഓവർകം ചെയ്യാമെന്നുള്ളത് മനസ്സിലാക്കിയാൽ ദൈവത്തിലെ നിൻ്റെ ജീവിതത്തിൽ നിനക്ക് സമാധാനം കിട്ടിയിരിക്കും. ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഒരു കുറിവാക്യം ഞാൻ എടുക്കുന്നു. സങ്കീർത്തനം 55:22, സാം 55:22. നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കത്തില്ല. ദൈവത്തിലെ ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ അമ്മ പറയും ഞാനൊരു വെപ്രാളക്കാരിയായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്കങ്ങനെ ഞാൻ വലുതായിട്ട് സ്ട്രഗിൾ ചെയ്തത് വലിയ ഓർമ്മയില്ലെങ്കിലും അല്പസ്വല്പം ഓർമ്മയൊക്കെ ഉണ്ട്. ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുള്ളൊരു കാര്യം, എനിക്ക് ഇളയ 2 പേരായിരുന്നു, ബ്രദേഴ്സ് ഉണ്ടായിരുന്നു. അവർ സ്കൂളിൽ നിന്നൊക്കെ വരാൻ താമസിക്കുമ്പോൾ എനിക്കൊരു പേടിയാണ്. പിന്നെ പരീക്ഷ വരുമ്പോൾ നല്ല ഗ്രേഡ് കിട്ടണം, നല്ല മാർക്ക് കിട്ടണം. അതുകൊണ്ട് അതെനിക്ക് എന്നും ഒരു ആങ്സൈറ്റി കൊണ്ടുവന്നിരുന്ന കാര്യമായിരുന്നു. തന്നെയുമല്ല, അമ്മ എവിടെയെങ്കിലും പോയാൽ വരാൻ താമസിച്ചാൽ അമ്മ ചിലപ്പോൾ അമ്മച്ചിയുടെ നിൽക്കാനായിട്ട് ഒരു ദിവസത്തേക്ക് വീട്ടിൽ നിന്ന് പോകും. എനിക്ക് ഭയങ്കര ആങ്സൈറ്റിയാണ്. ഞാൻ വെറുതെ അങ്ങ് വറിയടിക്കും. പ്രൈസ് ഗോഡ്. ചിലപ്പോൾ നമ്മുടെ ആങ്സൈറ്റി കുഞ്ഞെ എന്തുകൊണ്ടെന്ന് നിനക്കൊന്ന് പിൻ പോയിൻ്റ് ചെയ്ത് ഒരു ഒറ്റ കാരണത്തിൽ നിൽക്കത്തില്ല. എനിവേ, എപ്പോഴും അതൊരു വലിയ ട്രോമാറ്റിക് ഇവൻ്റ് ആയിരിക്കത്തില്ല, നെഗ്ലക്റ്റ് ആയിരിക്കത്തില്ല. നമ്മുടെയൊക്കെ ചുറ്റുപാടുകൾ എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണമെന്നില്ല. പലരും വളർന്നു വരുന്ന അവരുടെ ഫാമിലിയെ പറ്റി ചോദിച്ചാൽ അതൊരു പെർഫെക്റ്റ് ഫാമിലി ആയിരിക്കണമെന്നില്ല. പക്ഷേ ഞാൻ പറയട്ടെ, എൻ്റെ ഭവനം, മൈ ഹോം വാസ് എ ഹെൽത്തി ആൻഡ് ഹാപ്പി വൺ, ബട്ട് യെറ്റ് ഐ വറീഡ്. ദൈവത്തിൻ്റെ വചനം അത് ആഴത്തിൽ മനസ്സിലായി. ദൈവവുമായി ഒരു വലിയ എൻകൗണ്ടറിലേക്കും അടുപ്പത്തിലേക്കും ഒക്കെ വന്നപ്പോഴാണ് ശരിക്കും ആങ്സൈറ്റി എന്തുവാ, വറി എന്തുവാ, ഒബ്സസീവ് ബിഹേവിയേഴ്സ് എന്തുവാന്ന് മനസ്സിലാക്കുവാനും അതൊന്നും നമ്മളെ റൂൾ ചെയ്യാൻ അനുവദിക്കാതെയും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, എല്ലാ സ്ട്രോങ് ഹോൾസിൽ നിന്നും നമ്മളെ വരിഞ്ഞു മുറുക്കി നമ്മളെ ബന്ധനത്തിലാക്കുവാൻ കടന്നു വരുന്ന എല്ലാ സംഗതിയിൽ നിന്നും പൂർണ്ണമായിട്ട് നമുക്കൊരു ഫ്രീഡം പ്രാപിക്കാൻ കഴിയും. ആ ഫ്രീഡം നാം ഒരു ദൈവപൈതലായി കഴിയുമ്പോഴാണ് നമുക്ക് ലഭിക്കുന്നത്. പ്രൈസ് ഗോഡ്. അത് സൗജന്യമായി ദൈവം എല്ലാവർക്കും കൊടുക്കും. ദൈവം ആഗ്രഹിക്കുന്നത് നാം എല്ലാം സമാധാനം അനുഭവിച്ച് സ്വസ്ഥതയോടെ ജീവിക്കുന്ന ദൈവമക്കളായിരിക്കണമെന്നാണ്. 1 പത്രോസ് 3-ാം അതിൻ്റെ 11-ാം വാക്യം. 1 Peter chapter 3 verse 11 ഇങ്ങനെ പറയുന്നു: അവൻ ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുകയും
സമാധാനം അന്വേഷിച്ച് പിന്തുടരുകയും ചെയ്യട്ടെ. പ്രൈസ് ഗോഡ്. സങ്കീർത്തനം 46:10 നാം കാണുന്നത്, മിണ്ടാതിരുന്ന ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ, ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. പ്രൈസ് ഗോഡ്. ദൈവം നമ്മുടെ സങ്കടങ്ങളെ മാറ്റുന്നവനാണ്. അവൻ നമുക്ക് വേണ്ടി ഒരിക്കലായി പ്രത്യക്ഷപ്പെട്ടു. കുഞ്ഞെ, നീ എന്തൊക്കെ ആഗ്രഹിക്കുന്നു നിൻ്റെ ജീവിതത്തിൽ സ്വസ്ഥതയ്ക്ക്, അതെല്ലാം അവൻ നിനക്ക് തരുവാൻ സന്നദ്ധനാണ്. സങ്കീർത്തനം 61:3 ഇങ്ങനെ പറയുന്നുണ്ട്. ഐസായ 61:3, സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദത്തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. അവൻ മഹത്വീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് നീതിവൃക്ഷങ്ങളെന്നും യഹോവയുടെ നടുതല എന്നും പേരാകും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. എന്തിനാണ് ഞാൻ വെറിയടിക്കുന്നതെന്ന് എനിക്കറിയാൻ മേലെങ്കിൽ അത് വളരെ കഷ്ടം തന്നെ. കാരണം നമ്മളെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തി, നമ്മളെ ഒന്ന് ഹീൽ ചെയ്ത്, നമ്മളിൽ കൂടി ദൈവത്തിൻ്റെ ഗ്ലോറി ഒന്ന് ഡിസ്പ്ലേ ചെയ്യുവാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതം കൊണ്ട് നാം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവത്തിൽ ആശ്രയിക്കണം. നമ്മുടെ കുടുംബം ദൈവത്തിൽ ആശ്രയിക്കണം. നമ്മുടെ ഫ്യൂച്ചറും പൂർണ്ണമായി ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുത്തത് ആയിരിക്കണം. എങ്ങനെ നാം വചനത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങണമെന്ന് ദൈവം നമുക്ക് കാണിച്ചു തരും, നമ്മെ പഠിപ്പിക്കും. അങ്ങനെ എല്ലാ സ്ട്രോങ് ഹോൾസിനെയും ബ്രേക്ക് ചെയ്യുവാനുള്ള കൃപ സ്വർഗത്തിലെ ദൈവം നാം ഓരോരുത്തരുടെ മേലും പകരും. അങ്ങനെ വരുമ്പോൾ എ ന്യൂ കൈൻഡ് ഓഫ് ലൈഫ്, നല്ല ഒരു പുതുജീവിതത്തിലേക്ക്, അതും സമാധാനം കൊണ്ട് നിറഞ്ഞ ഒരു പുതിയ ജീവിതത്തിലേക്ക് ദൈവം നമ്മെ നയിക്കും. അതുകൊണ്ട് ദൈവമേ, നിൻ്റെ മഹത്വം എന്നിൽ വെളിപ്പെടുത്തണമേ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നാം സമയം മാറ്റിവെക്കണം. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ദൈവം തൻ്റെ മഹത്വം നമ്മളിൽ വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. അങ്ങനെ നാം സ്വാതന്ത്ര്യത്തിലേക്ക് ആദ്യമെടുത്ത് ചിന്തിച്ചു കൂട്ടുന്നതിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് പോകുമ്പോൾ അതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് നാം എടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വിശ്വാസത്തിനൊരു വളർച്ചയുണ്ടാകണം. അങ്ങനെ വിശ്വാസത്തിന് വളർച്ചയുണ്ടാകണമെങ്കിൽ നാം കൂടുതൽ സമയം ദൈവത്തോട് ചേർന്ന് നിന്ന് സ്പെൻഡ് ചെയ്യണം. അതായത്, ഞാൻ നിങ്ങളോട് പറയട്ടെ, വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു. അതുകൊണ്ട് ദൈവവചനം എത്രയും കൂടുതൽ നമ്മൾ കേൾക്കുമോ അത്രത്തോളം വിശ്വാസം നമ്മുടെ ഉള്ളിൽ വർദ്ധിക്കും. എന്നാൽ നമ്മളെ ഭയത്തിൻ്റെ ബോണ്ടേജിലിടുവാൻ പ്രാർത്ഥനയില്ലായ്മയ്ക്ക് കഴിയും. നമ്മുടെ ലൈഫ് ബദ്ധപ്പാടിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും പ്രതിസന്ധിയുടെയും മധ്യത്തിൽ നമ്മുടെ ലൈഫ് ലൈൻ എന്താണെന്ന് ചോദിച്ചാൽ അത് പ്രെയർ. അല്ലെങ്കിൽ പ്രെയർ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം തീർച്ചയായിട്ടും ധാരാളം അളവിൽ ശൂന്യത അനുഭവിപ്പാൻ ഇടയാകും. നാം ഡിസപ്പോയിൻറ്റഡായി തീരുവാൻ തക്കവണ്ണം ഇടയാകും. നമ്മുടെ കംഫർട്ടും നമ്മുടെ തൃപ്തി എല്ലാം നമ്മിൽ നിന്ന് വിട്ടകന്നു പോകും. അതുകൊണ്ട് നാം അത് മനസ്സിലാക്കി ദൈവത്തോട് ചോദിക്കണം, കർത്താവേ, എൻ്റെ ജീവിതത്തിൻ്റെ ഏതെല്ലാം ഏരിയാസിൽ ഞാൻ നിന്നെ നായകത്വത്തിനു വേണ്ടി ഏൽപ്പിക്കണം, ഏതെല്ലാം ഏരിയാസ് കർത്താവേ ഞാൻ പൂർണ്ണമായി സറണ്ടർ ചെയ്യാനുണ്ടെന്ന് ദൈവത്തോട് ചോദിക്കണം. മനസ്സിലാക്കണമേ, ജീവനുള്ള ദൈവവുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നത് പ്രയറാണ്. പ്രൈസ് ഗോഡ്. നമ്മുടെ സ്ട്രഗിൾസ് എല്ലാം ദൈവത്തോട് പറയുന്നതും ദൈവം അതിൽ നിന്ന് നമ്മളെ റിലീസ് ചെയ്യുന്നതും പ്രാർത്ഥനയിൽ കൂടിയാണ്. നമ്മൾ ഫോൺ എടുത്തിട്ട് നമുക്ക് വറി വരുമ്പോൾ നാം നമ്മുടെ ഫ്രണ്ട്സിനെ ഇടയ്ക്ക് വിളിക്കാറില്ലേ? അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്ന് ആ ചിന്ത മാറുവാൻ തക്കവണ്ണം വേറെ എന്തിനെല്ലാം നാം സമയം ചെലവഴിക്കും? ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലേക്കായിരിക്കും പോകുന്നത്.
ദൈവം അവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഇരിപ്പുണ്ടെന്നുള്ള മട്ടിൽ. നോ, ഗോഡ് നീഡ്സ് ടു ബി അവർ ഫസ്റ്റ് കോൾ. പ്രാർത്ഥനയിൽ കൂടിയാണ് നാം അവനെ വിളിക്കുന്നത്. എന്തിനെങ്കിലും വിളിക്കുന്നതിന് മുമ്പ് നാം ദൈവത്തെ വിളിച്ചിരിക്കണം. പാട്ടുകൾ അറിയാമെങ്കിൽ നല്ല പാട്ടുകൾ പാടണം, പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് പാടണം. കുഞ്ഞെ മുട്ടിന്മേൽ നിന്നുകൊണ്ട് ദൈവത്തോട് ഹെൽപ്പ് മീ ജീസസ് എന്ന് മാത്രം പറഞ്ഞാൽ മതിയെന്നേ, ദൈവം നിൻ്റെ അടുത്ത് ഇറങ്ങി വരും. അപ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് ആദ്യമേ വന്നത് എത്ര നന്നായി എന്ന് കുഞ്ഞെ നിനക്ക് തോന്നും. അതുകൊണ്ട് പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കാം. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദൈവവുമായിട്ടുള്ള അടുപ്പത്തിൽ വിഗ്രഹമായിട്ടുണ്ടോ, അതിനെ തച്ചുടച്ച് കളഞ്ഞുകൊണ്ട് ഒരു ഭക്തനായി ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പരിപൂർണമായിട്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ച് വചനം വായിച്ച് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ച് എല്ലാ മേഖലകളിലും ഒരു യഥാസ്ഥാനം ഏറ്റെടുപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ലോർഡ്.